സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതിൻ്റെ വാക്യാണിത്. എന്താണിത്? കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി അല്ലേ? കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ഇൻ എ വൈ പാരാമീറ്റർ. ഇപ്പോൾ സെറ്റ് പാരാമീറ്ററിൻ്റെ കേസിൽ നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആകാനുള്ള കണ്ടീഷൻസ് എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു. ഇനി അതുപോലെ തന്നെ വൈ പാരാമീറ്ററിൻ്റെ കേസിൽ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആകാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം ബേസിക് ഇക്വേഷൻ, ഒരു വൈ പാരാമീറ്ററിൻ്റെ കേസിലുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? I1 ഈസ് ഈക്വൽ ടു എന്താണ്? I1 ഈസ് ഈക്വൽ ടു y11 v1 പ്ലസ് y12 v2. I2 ഈസ് ഈക്വൽ ടു y21 v1 പ്ലസ് y22 v2. അപ്പോൾ I1ൻ്റെയും I2ൻ്റെയും ഇക്വേഷൻ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ഓരോ ഫിഗർ നമ്മൾ എന്താണ് റെസിപ്രോക്കൽ ആകാനുള്ള? റെസിപ്രോക്കൽ മീൻസ് എന്താണ്? ഒരു നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആകണമെങ്കിൽ നമ്മൾ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പൊസിഷൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കണം? വോൾട്ടേജ് ടു കറൻറ്റ് റേഷ്യോ സെയിം ആയിരിക്കണം. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പൊസിഷൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും വോൾട്ടേജ് ടു കറൻറ്റ് റേഷ്യോ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇപ്പോൾ നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആകണമെങ്കിൽ വോൾട്ടേജ് ടു കറൻറ്റ് റേഷ്യോ സെയിം ആയിരിക്കണം. അതാണ് റെസിപ്രോസിറ്റി. അപ്പോൾ നമ്മൾ വൈ പാരാമീറ്ററിൻ്റെ കേസിൽ എന്താണ് കണ്ടീഷൻ എന്ന് ഡിറൈവ് ചെയ്യാം. ഇപ്പം ബേസിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ഫിഗേഴ്സും 2 കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ, അതിൽ നിന്ന് ഫസ്റ്റത്തെ കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. എന്താണ് ഫസ്റ്റത്തെ കണ്ടീഷൻ? V1 ഈസ് ഈക്വൽ ടു VS. V1 ഈസ് ഈക്വൽ ടു എന്താണ്? VS. V1 ഈസ് ഈക്വൽ ടു VS. V2 ഈസ് ഈക്വൽ ടു 0. V2 ഈസ് ഈക്വൽ ടു 0. I2 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് I2. അപ്പോൾ അതാണ് കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ I1ൻ്റെയും I2ൻ്റെയും ഇക്വേഷനിൽ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം I1 ഈസ് ഈക്വൽ ടു എന്തായി? I1 ഈസ് ഈക്വൽ ടു y11 v1i. V1 എന്താണ്? VS ആണ്. V2 എന്താണ്? 0 ആണ്. അപ്പോൾ I1ൻ്റെ ഇക്വേഷൻ എന്തായി? I1 ഈസ് ഈക്വൽ ടു y11 VS. ഓക്കെ. അതേപോലെ സെക്കൻഡ് ഇക്വേഷൻ I2ൻ്റെ ഇക്വേഷനും ചേഞ്ച് ആകുന്നു അല്ലേ? I2 ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് I2 ഡാഷ് ആണ്. I2 ഈസ് ഈക്വൽ ടു മൈനസ് I2 ഡാഷ് ഈസ് ഈക്വൽ ടു y21 VS. y21 VS. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് എന്ത് കിട്ടും? VS ഡിവൈഡഡ് ബൈ I2 ഡാഷ് കിട്ടും. VS ഡിവൈഡഡ് ബൈ I2 ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് 1 ബൈ y21 മൈനസ് 1 ഡിവൈഡഡ് ബൈ y21. അപ്പം ഫസ്റ്റത്തെ കണ്ടീഷനിലുള്ള വോൾട്ടേജ് ടു കറൻറ്റ് റേഷ്യോ, ഫസ്റ്റത്തെ കണ്ടീഷനിലുള്ള വോൾട്ടേജ് ടു കറൻറ്റ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? സെക്കൻഡ് കണ്ടീഷൻ എടുക്കുക. സെക്കൻഡ് കണ്ടീഷനിൽ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് കണ്ടീഷൻ V2 ഈസ് ഈക്വൽ ടു VS. V2 ഈസ് ഈക്വൽ ടു VS. V1 ഈസ് ഈക്വൽ ടു 0. I1 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് I1. ഈ ഒരു കണ്ടീഷൻ നമ്മൾ I1ൻ്റെയും I2ൻ്റെയും ഇക്വേഷൻ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്തായി? ഇക്വേഷൻസ് ചേഞ്ച് ആയി അല്ലേ? ഇക്വേഷൻസ് ചേഞ്ച് ആകും. അപ്പം I1ൻ്റെ ഇക്വേഷൻ എന്തായി? I1ൻ്റെ ഇക്വേഷൻ എന്തായി? മൈനസ് I1 ഡാഷ് ആയി. അപ്പം മൈനസ് I1 ഡാഷ് ഈസ് ഈക്വൽ ടു y12 VS. മൈനസ് I1 ഡാഷ് ഈസ് ഈക്വൽ ടു y12 VS. അപ്പം ഇതിൽ നിന്ന് VS ഡിവൈഡഡ് ബൈ I1 ഡാഷ്, VS ഡിവൈഡഡ് ബൈ I1 ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 1 ബൈ y12 എന്ന് കിട്ടും. അപ്പോൾ വോൾട്ടേജ് ടു കറൻറ്റ് റേഷ്യോ ഫസ്റ്റത്തെ കണ്ടീഷനിലൊരു ഇക്വേഷൻ കിട്ടിയല്ലേ? VS ബൈ I2 ഡാഷ് നമുക്ക് കിട്ടി, VS ബൈ I1 ഡാഷും കിട്ടി. അപ്പോൾ ഈ 2 വാല്യൂസും വോൾട്ടേജ് ടു കറൻറ്റ് റേഷ്യോ, 2 കണ്ടീഷനിലുള്ള വോൾട്ടേജ് ടു കറൻറ്റ് റേഷ്യോനെ ഇക്വേറ്റ് ചെയ്യുക, ഈക്വലൈസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷൻ കിട്ടും. മൈനസ് 1 ഡിവൈഡഡ് ബൈ y12 ഈസ് ഈക്വൽ ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ y21.
അപ്പം ഇതിൽ നിന്ന് y12 ഈസ് ഈക്വൽ ടു y21. ഓക്കെ, y12 ഈസ് ഈക്വൽ ടു y21 എന്നുള്ള കണ്ടീഷൻ കിട്ടും. അപ്പം ഇതാണ് കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി. ഇപ്പോൾ ഒരു y പാരാമീറ്ററിൻ്റെ കേസിലുള്ള കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റിയാണിത്. y12 ഈസ് ഈക്വൽ ടു y21. അപ്പോൾ ഇത് സെറ്റ് പാരാമീറ്ററും സെയിം അല്ലേ? സെറ്റ് പാരാമീറ്ററിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? z12 ഈസ് ഈക്വൽ ടു z21 ആയിരുന്നു. അപ്പോൾ y പാരാമീറ്ററിൻ്റെ കേസിൽ y12 ഈസ് ഈക്വൽ ടു y21. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ, അടുത്ത പാരാമീറ്റർ ഏതാണ്? h പാരാമീറ്റർ. അപ്പോൾ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ഫോർ h പാരാമീറ്റർ. അപ്പം എങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക്, ഒരു h പാരാമീറ്ററുള്ള നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആകാനുള്ള കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഡിറൈവ് ചെയ്യാം. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റിന് എന്ത് ചെയ്യണം? ബേസിക് ഇക്വേഷൻ, h പാരാമീറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. അപ്പം എന്താണ് ഇക്വേഷൻ? v1 ഈസ് ഈക്വൽ ടു h11 i1 പ്ലസ് h12 v2. i2 ഈസ് ഈക്വൽ ടു h21 i1 പ്ലസ് h22 v2. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. ഫസ്റ്റത്തെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? v1 ഈസ് ഈക്വൽ ടു vs, v2 ഈസ് ഈക്വൽ ടു 0, i2 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് i2. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഫിഗറിൽ നിന്ന് കിട്ടുന്ന കണ്ടീഷനാണിത്. ഈ കണ്ടീഷൻ എന്താ ചെയ്യുക? നമ്മൾ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v1ൻ്റെയും i2ൻ്റെയും ഇക്വേഷനിൽ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്തായി? v1 ഈസ് ഈക്വൽ ടു vs ആണല്ലേ. അപ്പം vs ഈസ് ഈക്വൽ ടു h11 i1 എന്ന് കിട്ടും. vs ഈസ് ഈക്വൽ ടു h11 i1. അപ്പം ഇവിടെ ഈ കണ്ടീഷനിൽ v2 എന്താണ്? v2 എന്താണ്? 0 ആണ്. v2 0 ആണ്. അപ്പം vs ഈസ് ഈക്വൽ ടു h11 i1. ഇപ്പം ഇതേ കണ്ടീഷൻ തന്നെ സെക്കൻഡ് ഇക്വേഷനിൽ, i2ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? i2 എന്താണ്? മൈനസ് i2 ഡാഷ് ആണ്. i2 ഈസ് ഈക്വൽ ടു മൈനസ് i2 ഡാഷ് ഈസ് ഈക്വൽ ടു h21 i1 അല്ലേ? v2 വരില്ലല്ലോ. v2 ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ മൈനസ് i2 ഡാഷ് ഈസ് ഈക്വൽ ടു h21 i1. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ i1ൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ i1ൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക? vsൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്ന i1ൻ്റെ ഇക്വേഷൻ vsൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? vs ഈസ് ഈക്വൽ ടു h11 ഇൻറ്റു i1. i1ന് പകരം നമുക്കിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഇക്വേഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? vs ബൈ i2 ഡാഷ് കിട്ടും. അപ്പോൾ വോൾട്ടേജ് ടു കറൻറ്റ് റേഷ്യോ vs ഡിവൈഡഡ് ബൈ i2 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് h11 ഡിവൈഡഡ് ബൈ h21 മൈനസ് h11 ഡിവൈഡഡ് ബൈ h21. ഇനി സെക്കൻഡ് കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? v2 ഈസ് ഈക്വൽ ടു vs, v1 ഈസ് ഈക്വൽ ടു 0, i1 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് i1. v2 ഈസ് ഈക്വൽ ടു vs, v1 ഈസ് ഈക്വൽ ടു 0, i1 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് i1. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ രണ്ട് ഇക്വേഷനിലും സെപ്പറേറ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 1 ചേഞ്ച് ആകുന്നു അല്ലേ? ഇക്വേഷൻ 1 എങ്ങനെയായിരുന്നു? v1 ഈസ് ഈക്വൽ ടു h11 i1 പ്ലസ് h12 v2. അപ്പോൾ ഇവിടെ v1 സെക്കൻഡ് കണ്ടീഷനിൽ v1 എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇക്വേഷൻ ചേഞ്ച് ആകുന്നു. ഇക്വേഷൻ എങ്ങനെയാകുന്നു? 0 ഈസ് ഈക്വൽ ടു h11 i1 എന്താണ്? മൈനസ് i1 ഡാഷ് ആണ്. അപ്പോൾ h11 ഇൻറ്റു മൈനസ് i1 ഡാഷ് പ്ലസ് h12 v2 എന്താണ്? vs ആണ്.
അപ്പം H11 ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ H11 I1 ഈസ് ഈക്വൽ ടു H12 VS എന്ന് കിട്ടും. H11 I1 ഈസ് ഈക്വൽ ടു H12 VS. അപ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? VS ഡിവൈഡഡ് ബൈ I1 VS ഡിവൈഡഡ് ബൈ I1 കിട്ടും. അപ്പോൾ എന്തായി? VS ഡിവൈഡഡ് ബൈ I2 ഫസ്റ്റത്തെ കണ്ടീഷനിൽ നിന്ന് കിട്ടി. VS ഡിവൈഡഡ് ബൈ I1 സെക്കൻഡ് കണ്ടീഷനിൽ നിന്നും കിട്ടി അല്ലേ? അപ്പോൾ ഇതെന്താണ്? വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ ആണ്. അപ്പോൾ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പൊസിഷൻ ചേഞ്ച് ചെയ്താലും രണ്ട് കണ്ടീഷനിലുള്ള എന്താണ്? വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ ആണ്. ഫസ്റ്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യാത്ത സമയത്തുള്ള വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ, സെക്കൻഡ് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പൊസിഷൻ ചേഞ്ച് ചെയ്ത സമയത്തുള്ള വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ. അപ്പോൾ ഈ രണ്ട് റേഷ്യോസും ഈക്വലൈസ് ചെയ്യുക. ഇപ്പോൾ നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ട് റേഷ്യോസും ഇക്വേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ രണ്ട് റേഷ്യോസും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? H12 ഈസ് ഈക്വൽ ടു മൈനസ് H21 എന്ന് കിട്ടും. H12 ഈസ് ഈക്വൽ ടു മൈനസ് H21 എന്ന് കിട്ടും. ഇപ്പോൾ ഒരു എച്ച് പാരാമീറ്ററിൻ്റെ കേസിൽ, ഒരു H പാരാമീറ്ററിൻ്റെ കേസിൽ നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആകണമെങ്കിൽ എന്താകണം കണ്ടീഷൻ? H12 ഈസ് ഈക്വൽ ടു മൈനസ് H21. H12 ഈസ് ഈക്വൽ ടു മൈനസ് H21 അതാണ് കണ്ടീഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സെറ്റ് പാരാമീറ്ററിൻ്റെ കേസിൽ പഠിച്ചു അല്ലേ? Y പാരാമീറ്റർ H പാരാമീറ്ററിൻ്റെ കേസിലും പഠിച്ചു. മനസ്സിലായില്ലേ? ഇനി ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ആ കണ്ടീഷൻ ഇടാം. ഓക്കെ.